ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ പിന്നെ ഞാൻ മഞ്ഞൾ വിളവെടുപ്പും പച്ചക്കറി വിളവെടുപ്പും കൂടിയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അതൊന്ന് കാണിച്ചു തരാമല്ലോ. ഇതിപ്പോൾ എന്താ വെച്ചാൽ പിന്നെ ഇതെന്താ ഇവിടെ വെച്ചാൽ ഇത് മഞ്ഞൾ വിളവെടുപ്പ് പച്ചക്കറി വിളവെടുപ്പുണ്ട്. പച്ചക്കറി വിളവെടുപ്പ് എടുത്തവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ മഞ്ഞൾ വിളവെടുത്ത് കാണിച്ചു തരാം കേട്ടോ. അതല്ലേ ഇതാണ് മഞ്ഞൾ. ഈ മഞ്ഞൾ ഞാൻ ഇത് മറ്റേത് എൻ്റെ അടുത്ത് കുറച്ച് അപ്പുറത്തുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തിന്. ഇതിപ്പോൾ വേറെ മഞ്ഞളുണ്ടായിരുന്നു, അതാണ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാം ഉണങ്ങിപ്പോയി ഉണ്ടല്ലേ. ഇതിനെ ഉണങ്ങിപ്പോയി കണ്ടോ. ഇതെല്ലാം ഇപ്പോൾ ഉണങ്ങിപ്പോയിട്ടുള്ളൂ. ഇതിപ്പോൾ നമുക്ക് പിന്നെ മഞ്ഞൾ എടുത്തിട്ട് വിളവ് എടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് പിന്നെ ഇത് എടുക്കാൻ വെച്ചിട്ടാണ്, നടാന്ന് വെച്ചിട്ടാണ്. ആദ്യം കുറച്ചും കൂടി നടണം, അതിൻ്റെ വിളവെടുത്തും എടുക്കട്ടെ. ഇതിൽ അത്ര വലിയ ഗുണമൊന്നുമില്ല. ഇത് ചെറിയ വിത്തെല്ലാം കൂടി ഞാനെല്ലാം വാരി ഇട്ടതാണ്. ഇതിൽ അത്ര വലിയ മഞ്ഞളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് നല്ല വിത്തല്ല. ഉണ്ട്, ഉള്ളിലുണ്ട്, ഞാൻ വിചാരിച്ചൊന്നുമില്ല. ഇതാണ് നമ്മൾ മഞ്ഞൾ വിളവെടുപ്പ്. വലിയ ഗുണമൊന്നും പോരാ, എന്നാലും നമ്മൾ ആവശ്യത്തിന് തൽക്കാലം നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടുന്ന പിന്നെ വിളവെടുപ്പുണ്ട്. കാണിച്ചു തരാൻ വെച്ചിട്ടാണ്, നിങ്ങളും കൂടി ഒന്ന് കാണിച്ചു തരാൻ വെച്ചിട്ടാണ്. ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ള മഞ്ഞൾ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം മഞ്ഞൾ നടാൻ. കണ്ടില്ലേ, ഇത് നല്ലപോലെ ഉണ്ടാവല. ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. എന്താ വെച്ചാൽ ഇത് ചെറിയ വിത്തെല്ലാം കൂടി ഞാൻ വാരി ഇട്ടതാണ് ഇടാം. അപ്പുറത്തേത് നല്ല വിത്തായിട്ട് നട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് അത്രേ കിട്ടൂലൂ, കൂടുതലൊന്നും ഉണ്ടാവില്ല. ഇത് ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല. എന്താ വെച്ചാൽ ഈ ചെറിയ വിത്തെല്ലാം കൂടി ചെറിയ എല്ലാം കൂടി ബാക്കിയുള്ളതെല്ലാം കൂടി വാരി ഇട്ടതാണ്. അതുകൊണ്ട് ഇത് അങ്ങനെ ഒരു കിട്ടിക്കെട്ടാന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക്. എല്ലാവരും നമ്മൾ നട്ട് നോക്കിയാലല്ലേ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ കിട്ടുമോ എന്നുള്ള അറിയാൻ കഴിയുന്നു. എല്ലാം നടുക, എല്ലാം പണിയെടുക്കുക. കിട്ടുന്ന ഉള്ള വിശ്വാസത്തോടെ പണിയെടുത്താൽ നമുക്കെല്ലാം കിട്ടും, ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഇതെല്ലാം ഉണങ്ങിപ്പോയി, തണ്ടെല്ലാം ഉണങ്ങിപ്പോയി. അതാണ് നേരത്തെ കാലത്തെ ഉണങ്ങി. അതുകൊണ്ട് ഇനിയിപ്പോൾ ഏതായാലും ഇത് വെച്ചിട്ട് കാര്യമില്ല. ഇനിയിത്തെ വിത്ത് നടൽ നല്ല വൃത്തിയുള്ള വിത്ത് നോക്കി നട്ടിട്ട് നല്ലോണം അനുഭവം ആക്കണം. ഇതിപ്പോൾ ഇങ്ങനെ ആയിപ്പോയാലും സാരമില്ല. ഇത് നല്ല വിത്തല്ല, ചെറിയ വിത്തുകൾ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ കൊണ്ടുപോയിട്ട് നട്ടത്. അതില്ലേ, എന്നാലും നമ്മളെ സ്വന്തം ആവശ്യത്തിനെല്ലാം ഉണ്ടപ്പം നമുക്ക് ഇക്കൊല്ലത്തെ ആവശ്യത്തിന് കിട്ടി. ഇനിയിപ്പം ഇത്ര പോലെ നട്ടാൽ നമുക്ക് അടുത്ത കൊല്ലത്തേക്കും വീടുന്ന എല്ലാ കാര്യങ്ങളും ആവുമല്ലോ. മഞ്ഞൾ കൃഷി പുറത്ത് നട്ടാലും വലിയ ഇതിനെക്കാട്ടി കൂടുതലായിട്ടൊന്നും കിട്ടൂല മഞ്ഞൾ. നമ്മൾ പിന്നെയും ബാഗിൽ നട്ടിട്ടാണ് എനിക്ക് കൂടുതൽ കിട്ടുന്നതാണ്. പക്ഷെ എന്നാ വെച്ചാൽ ഇനി നമുക്ക് അന്ത്യോളം പണിയെടുത്തോണ്ട് നിൽക്കണം. അത് തന്നെ വേറൊന്നല്ല, പണിയെടുത്തോണ്ട് നിൽക്കണം, വെള്ളം അടിച്ചോണ്ട് നിൽക്കണം. അത് തന്നെ വേറൊന്നല്ല ഇതിൻ്റെ കാര്യം. ഇപ്പം കണ്ടില്ലേ, ഇതാണ് നമ്മൾ കഷ്ടപ്പെട്ടാലും നമുക്കൊരു വിളവെടുക്കുമ്പോൾ അതൊരു കാണാനൊരു സുഖം തന്നെയാണ്. ഉണ്ടല്ലോ, ഉണ്ടാ ഉണ്ട്, ഇതാ നല്ല വളർത്തിട്ട് വിൽപ്പുണ്ടല്ലോ. അതൊന്നേ ഉള്ളൂ, അത് ഒറ്റ മെരട് നട്ടിട്ടില്ല. ഇതിൽ അതൊരു മെരടാണ്, അതത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടെയുണ്ട്, ഇതെടുക്കട്ടെ. ഇതെല്ലാം പൊട്ടിപ്പൊളിച്ചിന് വേഗമെല്ലാം പൊട്ടിപ്പോയി. എന്താ ഇത് ഇന്നെ എടുക്കേണ്ടി വരും. ഇത് പൊട്ടിപ്പോയി, ഇത് വേഗമെല്ലാം പൊട്ടിപ്പോയി. അതുകൊണ്ട് അത് എടുത്തിട്ട് അപ്പുറം വെക്കാൻ കഴിയില്ല. പഴയ വേഗമായിരുന്നു നട്ടത്, പഴയ വേഗിലാണ് നട്ടിനി. അതുകൊണ്ടുണ്ടല്ലോ അപ്പുറത്തേക്ക് വെക്കാൻ കഴിയില്ല. അതാണ് ഞാനിപ്പോൾ ഇത് എടുക്കുന്നത്. ഇല്ല അങ്ങോട്ട് ഇട്ട് വെക്കരുത്, ഇതുണ്ട്.
പിന്നെ തട്ടാന്ന് വെച്ചാൽ കയ്യില. വേണ്ട ഇതെല്ലാം മണ്ണില കൃഷിയാണ്. എൻ്റെ കൃഷി മുഴുവനും എന്ന് വെച്ചാൽ മണ്ണില്ല കൃഷിയാണ്. എല്ലാ കൃഷിയും ഒരു കൃഷിയും മണ്ണുള്ള കൃഷിയില്ല. എല്ലാം ചേന, ചേമ്പ്, മഞ്ഞൾ എല്ലാം മണ്ണില്ല കൃഷിയാണ്. അതുകൊണ്ട് എനിക്ക് വിളവിന് കുറവൊന്നും വന്നിട്ടില്ല. ചിലത് ഉറച്ചു പോയി, ഉണങ്ങിപ്പോയി, വെള്ളം ഒഴിക്കലേ ഇല്ലല്ലോ ഇപ്പോൾ. അതുകൊണ്ട് ഈ അരുവിൽ വെച്ചതുകൊണ്ട് വെള്ളം വേണ്ട, അതുകൊണ്ടാണ് ഇത് വേഗം ഉണങ്ങിപ്പോയെന്ന് എനിക്ക് സംശയമുണ്ട്. എന്നുവെച്ചാൽ മഴക്കാലം ഞാൻ ഇങ്ങനെ അരുവിലാണ് ഇട്ട് വെച്ചിന്. അപ്പോൾ ഇതിൽ വെള്ളം വീണത് പോരാന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇതിങ്ങനെ ആവാൻ കാരണം. വേഗം ഉണങ്ങിപ്പോയത്. ഇല്ലേ, എല്ലാം ഉണങ്ങിപ്പോയി. എന്താ ഇല്ലേ, ഇതിനിടയ്ക്ക് അപ്പുറത്ത് ഞാൻ നല്ല വിളവുണ്ടായിരുന്നു. അത് നല്ലൊരു വിളവ് തന്നെയാണ്. പക്ഷെ അത് നല്ല 3 വിത്ത് മാത്രം, ഓരോ വിത്ത് മാത്രം ഓരോന്ന് നട്ടിട്ടുള്ളതാണ്. എന്താ ഇത് പിന്നെ ബാക്കി ചെറിയ ഇതേപോലത്തെ മണിയെല്ലാം കൊണ്ടുപോയിട്ട് അങ്ങനെ വാരി ഇട്ടതാണ്. കിട്ടിയതായിക്കോട്ട് എന്ന് വിചാരിച്ചിട്ടിട്ടതാണ്. എന്നാലും മഞ്ഞൾ ചതിക്കൂല. മഞ്ഞൾ എന്തായാലും ഇല്ലാണ്ടിരിക്കൂല. മഞ്ഞൾ ഏടിയിട്ടാലും ഉണ്ടാവും. ഇല്ലേ, ഇനിയിപ്പോൾ ഒന്നും കൂടിയിട്ട് അതും കൂടി എടുക്കട്ടെ. ഇതങ്ങനെ ഇതായിട്ടില്ല, കട്ടയായിട്ടില്ല. അതല്ലേ, ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഞാനിതിന് വൃത്തിയാക്കിയിട്ട് ഇതെല്ലാം മണ്ണെല്ലാം കളഞ്ഞിട്ട് കഴുകിയിട്ട് നിങ്ങളെ കാണിക്കാം. അത്ര പരി ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ തൽക്കാലം അവിടെ വെക്കട്ടെ. ഇത് വേണ്ടല്ലോ, ഇതാ ഇന്നത്തെ വിളവെടുപ്പ് വേണ്ട നിങ്ങൾ. എൻ്റെ മഞ്ഞൾ വിളവെടുപ്പ്, ഇത് മഞ്ഞൾ വിളവെടുപ്പ് വേണ്ട, കണ്ടില്ലേ, ഇതാ മഞ്ഞൾ വിളവെടുപ്പ്. ഇതാ വേണ്ട, ഇതാണ് ഇന്നത്തെ മഞ്ഞൾ വിളവെടുപ്പ് വേണ്ട, കണ്ടില്ലേ. ഇത് കണ്ടില്ലേ, ഇതാ മഞ്ഞൾ വിളവെടുപ്പ്. ഇന്നത്തെ മഞ്ഞൾ മോശമൊന്നുമില്ല. ഇത്ര പേരെ കിട്ടീനി, അത്ര പേര് ഇതിനടക്കം കിട്ടീനി. ഇത്രയില്ല, ഈ ലേശം കുറവായിട്ട് ഇതിനടക്കം കിട്ടീനി. ഇതിനടക്കം അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ചീര കണ്ടില്ല, അതാ ചുവന്ന ചീരി ഉണ്ടായിരുന്നു, പച്ചത്തീരിയും കൂടി. ഇതിനിടയ്ക്ക് നട്ട 4 തണ്ടെന്ന് കിട്ടിയ ചീരയായത് പച്ചച്ചീര. ഇത് കണ്ടില്ലേ, ഇത് 2 തണ്ടെന്ന് കിട്ടിയ ചുവന്ന ചീരയായത് കണ്ടില്ലേ. ഒരു വരിക്കായില്ലേ. ഇതാ ഇത് ഇന്നത്തെ പയറാണ്. ഇത് ഇന്നലെ ഞാൻ പറിച്ചനായിരുന്നു, അതുകൊണ്ട് ഇന്ന് ഇത്രയേ ഉള്ളൂ പയർ. ഇതാണ് പയർ. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് കണ്ട, ഇത് കണ്ടില്ലേ, ഇത് വെണ്ടക്ക കണ്ടാ, വെണ്ടക്ക കണ്ടാ. ഇത് കണ്ട, ഇത് കണ്ടില്ലേ, ഇത് താലോലി കണ്ടാ. ഇതാണ് താലോലി കണ്ട, വലിയ താലോലിയാണ്, നല്ല നീളമുണ്ട്. മറ്റേത് കൊണ്ട് കുത്തിയതിൻ്റെ ഇപ്പോൾ കേട് കുറവാണ്. ബാക്കിയെല്ലാം കളഞ്ഞു വിട്ടിനി. കക്കിരിക്കല്ല, ഇത് കക്കിരിക്കാണ്. ഇതാണ് കക്കിരിക്ക. ഇതാണ് കുക്കുംബർ എന്ന് പറയുന്ന സാധനം. ഇത് കണ്ടില്ലേ, ഇത് കണ്ട, കക്കിരിക്ക കണ്ട, കുക്കുംബർ എന്ന് പറഞ്ഞ സാധനം. ഇത് കണ്ട, അതാ പുഴു വന്നിട്ടെങ്കിൽ ഇങ്ങനെ നല്ല ഉണ്ടായിരുന്നു, ഒരുപാട് ഉണ്ടാവുമായിരുന്നു കണ്ട. കണ്ടില്ലേ, നല്ല വളർച്ചയിട്ട് കണ്ട, നല്ല കുക്കുംബർ. ഇങ്ങനെ തന്നെ ഞാൻ ആദ്യം പറിക്കുമ്പോൾ ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും, വേഗം വെക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്നിപ്പോൾ ഇത് കാണിച്ചു തരാമല്ലോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് ചീരയാണ്, ഇത് പയറാണ്. ഇത് കണ്ടില്ലേ, പയറാണ്. ഇത് വെണ്ടക്കയാണ്. ഇത് താലോലിയാണ് കണ്ട. ഇതേം താലോലിയുണ്ട്. ഇത് കക്കിരിയാണ് കണ്ട. ഇത് കക്കിരിക്ക കണ്ട, ഇത് കക്കിരിക്കാണ് കണ്ട, കണ്ടില്ലേ. ഇതാണ് കക്കിരിക്കാണ്.
ഇതിപ്പോൾ അതിൽ 1-2 കുത്തിയിട്ടുണ്ട്, പുഴു കുത്തിയിട്ടുണ്ട്, പുഴുവല്ല ഈച്ച കുത്തിയിട്ടുണ്ട്. അത് നമുക്കത് കളയാൻ പറ്റും. ഇനിയിപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, എല്ലാവരും ഹൈപ്പ് അടിക്കുക, ലൈക്ക് അടിക്കുക. ലൈക്ക് അടിക്കുക, ഹൈപ്പ് വരും. ഹൈപ്പ് വന്നിട്ട് നമുക്ക് ഹൈപ്പ് അടിച്ച് നിങ്ങൾ പിന്നെ എൻ്റെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനില്ല. ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും